ഹലോ, ഞാനിന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാ പ്രോഡക്റ്റ് എന്നല്ലേ, ഇതാണ് ഒറിഫ്ലെയിമിൻ്റെ ഒമേഗ 3. ഞാൻ ഒറിഫ്ലെയിമിൻ്റെ ഒമേഗ 3യെ പറ്റി ലാസ്റ്റ് പറയാം. ഇപ്പോൾ നമുക്ക് ഒമേഗ 3 എന്താണെന്ന് നോക്കാം. ഒമേഗ 3 എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റി ആസിഡാണ്. നമ്മളുടെ ബോഡിക്ക്, നമ്മളുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡ് അല്ലേ. അപ്പോൾ ഈ ഒമേഗ 3 നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും സപ്ലിമെൻറ്റ്സിൽ നിന്നും മാത്രമാണ്. കാരണം നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാറ്റി ആസിഡ് അല്ല ഒമേഗ 3. നമുക്ക് എക്സ്റ്റേണലായിട്ട് നമ്മുടെ ഫുഡ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന സപ്ലിമെൻറ്റ്സിൽ നിന്നോ കിട്ടുന്നതാണ് ഒമേഗ 3 എന്ന് പറഞ്ഞാൽ. മൂന്നായിട്ടാണ് കറക്റ്റായിട്ട് നമുക്ക് ബോഡിക്ക് വേണ്ട ഒമേഗ 3 ഡിഫൈൻ ചെയ്യുന്നത്. ALA ഉണ്ട്, EPA ഉണ്ട്, DHA ഉണ്ട്. ഇത് മൂന്നുമാണ് നമുക്ക് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒമേഗ 3. ഇനി ഈ ALA എന്ന് പറഞ്ഞാൽ എന്താണ്? ALA എന്ന് പറഞ്ഞ ഒരു ഫാറ്റി ആസിഡ് ഒമേഗ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിൽ നിന്നും അതുപോലെ തന്നെ പ്ലാന്റ്സിലെ ആൽഗേസ് ഒക്കെ അതിൽ നിന്ന് കിട്ടുന്ന ഫാറ്റി ആസിഡാണ് ALA എന്ന് പറഞ്ഞാൽ. എന്നാൽ EPA എന്നും DHA എന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന സീ ഫുഡിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന മീനിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? EPAയും DHAയും കിട്ടുന്നത്. ഈ EPAയും DHAയും കൊണ്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും? EPAയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളുടെ ബ്രെയിനിനെ ഇമ്പ്രൂവ് ചെയ്യാൻ EPAയും DHAയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ HDL ലെവൽ ഇൻക്രീസ് ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യാനും ബാഡ് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും നമ്മളെ EPAയും DHAയും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ, നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ബ്രെയിനിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, ടിഷ്യൂ റിപ്പയർ ചെയ്യാൻ, സെൽസിൻ്റെ റെജുവിനേഷന് വേണ്ടിയിട്ട് ഒക്കെ നമ്മളെ EPAയും DHAയും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പുതിയ പഠനം തെളിയിച്ചിരിക്കുന്നത് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? EPAയും DHAയും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ആങ്സൈറ്റി സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യാനും EPAയും DHAയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പുതിയ പഠനം തെളിയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ഒമേഗ 3, ഏത് ഒമേഗ 3 എടുക്കണം? ഒരുപാട് ഒമേഗ 3 നമുക്ക് അവൈലബിൾ ആണല്ലേ. അപ്പം ഈ ഒമേഗ 3 ക്യാപ്സ്യൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു യെല്ലോയിഷ് കളറാണ്. ഈ ഒമേഗ 3 ക്യാപ്സ്യൂൾസിൻ്റെ ഈ ഒമേഗ 3 ക്യാപ്സ്യൂൾസിൻ്റെ തന്നെ നമുക്ക് പല ടൈപ്പിൽ, ഇതിൻ്റെ പുറത്തെ നിങ്ങൾ ആ ഒരു ക്യാപ്സ്യൂളിൻ്റെ കോട്ടിങ്, അത് ജെലാറ്റിൻ എന്നാണ് പറയുന്നത്. അത് ഫിഷ് ജെലാറ്റിൻ ഉണ്ട്, അതേപോലെ പല ജെലാറ്റിൻസ് ഉണ്ട്. മീറ്റ് ഫാറ്റിൽ നിന്ന് എടുക്കുന്ന ജെലാറ്റിൻ ഉണ്ട്, അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ്സിൽ നിന്ന് എടുക്കുന്ന ജെലാറ്റിൻസ് ഉണ്ട്, പ്യുവർ ഫിഷ് ഓയിലിൽ നിന്ന് എടുക്കുന്ന ജെലാറ്റിൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ലെവൽസ് ഉണ്ട്. EPAയും DHAയും കൺസ്യൂം ചെയ്യേണ്ട ലെവൽസും ഉണ്ട്. നമ്മൾ പറയുവാണെങ്കിൽ EFSA അനുസരിച്ച്, EFSA എന്ന് വെച്ചാൽ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അസോസിയേഷനാണ്, ഫുഡ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി അസോസിയേഷനാണ്. അപ്പോൾ ഈ EFSA പറയുന്നത് നമ്മൾ ഒരു ദിവസം എടുക്കേണ്ട ഒമേഗ 3യുടെ അളവ് പറയുന്നുണ്ട്. നമ്മൾ EPAയും DHAയും കൂടെ നമ്മൾ 250 mg എങ്കിലും നമ്മൾ എടുക്കണം ഡെയിലി. എങ്കിലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒമേഗ 3 നമുക്ക് കിട്ടത്തുള്ളൂ. എങ്കിലേ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ലൊരു ലൈഫ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും, നമ്മുടെ നല്ല കൊളസ്ട്രോൾ ലെവൽ കൂട്ടാനും, പ്രഷർ കുറയ്ക്കാനും, അതുപോലെ ഒരുപാട് ക്രോണിക് ഡിസീസസിനെ ചെറുത്ത് നിൽക്കാനൊക്കെ ഈ ഒമേഗ 3 സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി ഒമേഗ 3യുടെ ബെനിഫിറ്റ്സ് സെർച്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ ഐ ഹെൽത്തിന് വേണ്ടിയിട്ട്, റെറ്റിനയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഒമേഗ 3 ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടിഷ്യൂസ് റിപ്പയർ ചെയ്യാൻ, സെൽ മെമ്പറൈന് വേണ്ടിയിട്ട് ഒക്കെ ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യാനും, അതുപോലെ തന്നെ ഡിപ്രഷൻ്റെ സിംറ്റത്തിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒറിഫ്ലെയിമിൻ്റെ ഒമേഗ 3യുടെ കാര്യം നമുക്ക് നോക്കാം. ഒറിഫ്ലെയിമിൻ്റെ ഒമേഗ 3 എന്ന് പറഞ്ഞാൽ 5 സ്റ്റെപ്പ് റിഫൈൻ പ്രോസസ്സിൽ കൂടെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് 5 സ്റ്റെപ്സിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഒറിഫ്ലെയിമിൻ്റെ ഒമേഗ 3യിൽ കറക്റ്റായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് EPA എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, അതുപോലെ തന്നെ DHA എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്നുള്ളതും.
അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ omega-3 is a nutraceutical with fish oil from sustainable stocks containing EPA and DHA. ഇൻഗ്രീഡിയൻസ് ഫിഷ് ഓയിൽ, ക്യാപ്സ്യൂൾ ഷെല്ല്, അതേപോലെ ഇത് രണ്ടും മാത്രമാണ്. എന്ന് വെച്ചാൽ ക്യാപ്സ്യൂളിൻ്റെ ഷെല്ല് തന്നെ വന്നേക്കുന്നത് ഫിഷ് ജെലാറ്റിനാണ്. ഫിഷ് ജെല ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ ഈ ക്യാപ്സ്യൂൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ പല ജെലാറ്റിൻസും കൊണ്ട്, മീറ്റിൻ്റേത് അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഫാറ്റ്സിൻ്റെയും കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പം ഒറിഫ്ലെയിമിൻ്റെ ഒമേഗ-3 നിങ്ങൾ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ അറിയാം. ജെല്ലിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷ് ജെലാറ്റിൻ മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ക്യാപ്സ്യൂൾ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടാണ് 2 ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഒറിഫ്ലെയിമിൻ്റെ ഒമേഗ-3 2 ക്യാപ്സ്യൂളിനകത്തുള്ളത് 150 mg EPAയും 100 mg DHAയും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞു, യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അസോസിയേഷൻ പറയുന്നത് 250 mg EPA DHAയും കൂടെ നമ്മൾ എടുക്കണമെന്നല്ലേ ഡെയിലി, എങ്കിലേ നമ്മൾ ഈ ഒമേഗ-3യുടെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അതേ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒമേഗ-3 ഒറിഫ്ലെയിം ഒമേഗ-3ക്ക് EPA 150 mgയും DHA 100 mg ഉണ്ട്. കമ്പയർഡ് 250 mg നമുക്ക് ഒമേഗ-3 ഫാറ്റി ആസിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നല്ല ഒമേഗ-3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഓയിലി ഫിഷിൽ നിന്നാണ് നമുക്ക് നോക്കാം. സാൽമൺ, ഹെറിങ്, സാർഡൈൻ, മക്കാരൽ, ഇത് 4 നിന്നാണ് അല്ലേ. നമുക്കറിയാം സാൽമൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ സാൽമൺ നല്ല സാൽമൺ എന്ന് വെച്ചാൽ അവൈലബിൾ ആണ്, നല്ല റേറ്റാണ്. ഇപ്പം കേരളത്തിലാണെങ്കിൽ ലുലുമാളിലൊക്കെ കിട്ടും. നമുക്ക് ചെന്നാൽ തന്നെ അറിയാം 100 ഗ്രാമിന് തന്നെ 300 സംതിങ് രൂപയാണ്. അതുപോലെ 1 കിലോയ്ക്ക് 2000 3000 ഒക്കെ റുപ്പീസാണ്. ലുലുമാളിൽ ചെന്ന് നോക്കുന്നവർക്കറിയാം. അവിടെ ഓരോ ഗ്രാമായിട്ടും വെച്ചിട്ടുണ്ട്, അല്ലാതെ ഫുള്ളായിട്ട് 1 kg ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാൽമണിൽ നിന്ന് തന്നെയാണ് നമുക്ക് EPA കറക്റ്റായിട്ട് കിട്ടുന്നത്. 50 ഗ്രാം സാൽമണും സാൽമണിനകത്തുനിന്ന് കിട്ടുന്ന EPA എന്ന് പറഞ്ഞാൽ 150 mg ആണ്. 100 ഗ്രാം സാൽമണിനകത്ത് കിട്ടുന്ന DHA എന്ന് വെച്ചാൽ 100 mg ആണ്. അത് തന്നെയാണ് ഒറിഫ്ലെയിമിൻ്റെ ഒമേഗ-3 പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഒറിഫ്ലെയിമിൻ്റെ 2 ഒമേഗ-3 ക്യാപ്സ്യൂൾ കൺസ്യൂം ചെയ്യുമ്പോൾ 50 ഗ്രാം സാൽമൺ കഴിക്കുന്നതും 10 ഗ്രാം സാൽമൺ എന്ന് വെച്ചാൽ 60 ഗ്രാം സാൽമൺ കഴിക്കുന്ന അതേ ഫിഷ് ഓയിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ 5 years മുതൽ എന്ന് വെച്ചാൽ ക്യാപ്സ്യൂൾസ് ഇറക്കാൻ സമയം മുതൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കും ഒമേഗ-3 ഒറിഫ്ലെയിമിൻ്റെ. പക്ഷെ അത് 1 ക്യാപ്സ്യൂൾ ആയിരിക്കണം. 12+ years ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. 2 ക്യാപ്സ്യൂൾസ് പെർ ഡേ നമ്മൾ എടുക്കണം. ഓക്കെ. അപ്പോൾ കൂടുതൽ ഈ പ്രോഡക്ട്സിനെ പറ്റി അറിയണം, ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കുന്നത്. ലിങ്കിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒറിഫ്ലെയിമിൻ്റെ പ്രോഡക്റ്റ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടുതൽ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.